കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. പലപ്പോഴും കർത്താവ് ആളുകളെ വിളിക്കുമ്പോൾ കർത്താവ് അങ്ങ് വിളിക്കുകയാണ് അല്ലേ, എന്നെ അനുഗമിക്കുക അല്ലേ. കർത്താവ് തന്റെ ശിഷ്യന്മാരെ എല്ലാം വിളിക്കുമ്പോഴത്തേക്ക് കർത്താവ് എന്നിട്ട് പറഞ്ഞു ഫോളോ മീ. പക്ഷെ ഇവിടെ കർത്താവ് ഇവനോട് അനുഗമിക്കാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവൻ ഓടി ചെന്നിട്ട് ഓഫർ ചെയ്യുകയാണ്, യെസ് ലോർഡ്, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വിൽ ഫോളോ യു വെയറെവർ യു ഗോ. എവിടെയൊക്കെ നീ പോകുന്നോ അവിടെ എല്ലാം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഇവന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു ഒരു തിരിച്ചറിവ് അവനുണ്ടായില്ല. അവൻ എവിടൊക്കെ അതായത് യേശു എവിടൊക്കെ പോകുമെന്നുള്ളത് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കർത്താവ് ഇങ്ങനെ ചോദിച്ചു കാണും, ഇവിടെ എഴുതിയിരിക്കുന്നത് പോട്ടെ, നമ്മളിപ്പോൾ ആ ഭാവനയിൽ ആ കാര്യം കാണുക. കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് അവൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ എവിടൊക്കെ പോകുന്നത് നീ കണ്ടിട്ടുണ്ട്? ഉടനെ അവൻ പറയാം, നിനക്കറിയത്തില്ലേ, ഞാൻ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ 3ാമത്തെ പന്തിയുടെ 2ാമതിരുന്നത് ഞാനാ. നീ എവിടെ പോകുന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വേറെ എവിടെ കണ്ടിട്ടുണ്ട്? ഒരു കാര്യം മറന്നുപോയി, അതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ കണ്ടായിരുന്നു. കാനാവിലെ കല്യാണത്തിന് വന്നപ്പോഴേ ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, പിന്നെ നീ എവിടെ എന്നെ കണ്ടിട്ടുണ്ട്? ലാസറിന്റെ കല്ലറയുടെ അവിടെ ഉയർപ്പിച്ചപ്പം ഞാനവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 4 പേര് തട്ടുപൊളിച്ച് തളർവാദക്കാരനെ കൊണ്ട് വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാനിങ്ങനെ കോരിത്തരിച്ചു പോയില്ലേ. കർത്താവ് ചോദിച്ചു, ഞാൻ എവിടൊക്കെ പോകുമെന്നാ, ഇനി എവിടൊക്കെ പോകുമെന്നാ നിന്റെ ചിന്ത? എവിടൊക്കെ പോകാനാ? ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും നീ പോകുന്നല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ല, ഞാൻ ഇപ്പൊ പോകുന്ന വേറെ സ്ഥലത്തോട്ടാ. എവിടെ? ഞാൻ വരാം. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാൽവറി എന്ന് പറയും. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തല ചായ്പാൻ ഇടമില്ലാത്ത ഒരു സ്റ്റേജാണ്. ക്രൂശിലേക്കാണ് ഞാൻ പോകുന്നത്. വരുന്നുണ്ടോ എൻ്റെ കൂടെ നീ വരുന്നുണ്ടോ? അവൻ്റെ പൊടി പോലും പിന്നെ കണ്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾ ഓട്ടം ഓടാൻ തുടങ്ങുമ്പോൾ കാണുന്ന പ്രശ്നം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ക്രൂസൈഡുകളിലും മറ്റും നമ്മൾ ആളുകളെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ യേശുവിനെയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെയും മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിനെയും ഒക്കെ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നമ്മൾ കാണിച്ചു കൊടുത്തില്ല. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാണനെ വിടുന്ന യേശുവിൻ്റെ ദർശനം കൊടുക്കാത്തത് കൊണ്ട് യേശുവിനെ യേശു ആരാണെന്നറിയാതെ അനുഗമിക്കുന്ന അനേകം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ടാ പത്രോസ് അകലം വിട്ട് പിന്മാറിയത്? അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് യേശുവിനെ അവൻ തള്ളി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം, ഇപ്പോഴവൻ യേശുവിനെ ശരിക്കും മനസ്സിലായത്, അതുകൊണ്ടാണ് തള്ളി പറഞ്ഞത്, വേറെ കാര്യമൊന്നുമില്ല. ഇതുവരെയും യേശു ആരാണ് എന്നുള്ളത് കൃത്യതയോടുകൂടെ പത്രോസ് മനസ്സിലാക്കിയിരുന്നില്ല. പത്രോസ് ചിന്തിച്ചത് ഇതൊക്കെയാണെങ്കിലും ഏറ്റവും ഒടുവിലെങ്കിലും അവൻ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഞാൻ പറയട്ടെ, മിക്ക ആളുകളും യേശുവിനെ അനുഗമിക്കുന്നത് യേശു ആരാണെന്ന് തിരിച്ചറിയാതെയാണ്. അതുകൊണ്ടാണ് ഈ ക്രൂസൈഡിനോടുള്ള എനിക്കുള്ള ഏക വിരോധവും. ക്രൂസൈഡുകളിലൊന്നും ക്രോസ് പ്രസംഗിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ക്രൂസൈഡ് എന്ന് പേരേ ഉള്ളൂ. ക്രൂസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് അവിടെ പ്രസംഗിക്കണം. ഇതിൻ്റെ പേര് വല്ല ക്രൗണൈഡെന്നോ വല്ലതും ആക്കണം. കാര്യം പ്രസംഗിക്കുന്നത് ക്രൗണിനെ കുറിച്ച് മാത്രമാണ്, കിരീടം കിട്ടുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഈ മിസ്റ്റർ സൂപ്പർ ഫാസ്റ്റിനെ കാണാനില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ കോസ്റ്റ് അറിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ മനസ്സില്ലാത്തവനായി, കഴിവില്ലാത്തവനായല്ല, മനസ്സില്ലാത്തവനായി മടങ്ങിപ്പോയി. ഇന്നും ആളുകൾ ഓട്ടക്കളത്തിൽ വന്ന് നിന്ന് ശരിയായിട്ടുള്ള കോസ്റ്റ് എന്താണെന്ന് അറിയാതെ ചാടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഒടുവിൽ വഴിക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നു. നാട്ടുകാർ വഴിക്കിട്ട് ചവിട്ടുന്നു. അതുകൊണ്ട് ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് നേരിടേണ്ടി വരുമെന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവോടുകൂടെ അവനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ്റെ ഓട്ടം ഒരു പാളിച്ചയാണ്, പരാജയമാണ്. 2ാമത്തെ ആൾ വന്നപ്പോൾ, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകട്ടെ, 2ാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞതെന്നറിയാമോ? കർത്താവേ,
ഞാൻ നിന്നെ അനുഗമിക്കാം, വേറൊരുത്തിന് അവനോട് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ചോദിച്ചൊരു ന്യായമായ ആ കാര്യമല്ലേ എന്ന് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ തോന്നും. എടാ, അപ്പൻ മരിച്ചു കിടക്കുമ്പം ഒന്ന് കുഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ട് അത് സമ്മതിക്കാത്ത കർത്താവ് എന്തോ കർത്താവാ? ഇത്രയ്ക്കും ക്രൂരനാണോ കർത്താവ് എന്ന് ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോൾ ആലോചിച്ചു പോയി. ആരാ അത് സമ്മതിക്കാത്ത? സ്വന്തം അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ അതിനെ മരിച്ചു കിടക്കുന്ന അപ്പനെ കുഴിച്ചിടാൻ സമ്മതിക്കാത്ത ഒരു കർത്താവ് എന്നാ കർത്താവാണ്? പക്ഷെ അവിടെയാ പ്രശ്നം, അപ്പൻ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൻ മരിച്ചു കിടന്നിട്ടല്ല ഇവനിത് പറയുന്നത്. അവൻ പറഞ്ഞത് അപ്പൻ മരിച്ച് കുഴിച്ചിട്ടിട്ട് വരാമെന്നാ പറയുന്നത്. അല്ലാതെ ഇപ്പം മരിച്ചു കിടക്കുകയല്ല, മരിക്കും, മരിച്ചു കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടിട്ട് വരാം. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ, നമ്മുടെയും പശ്ചാത്തലത്തിൽ മക്കൾക്ക് സമ്പത്ത് കിട്ടുന്നത് എപ്പോഴാ? അപ്പൻ മരിച്ചു കഴിയുമ്പോഴാണ്. അല്ലാതെ മക്കൾക്ക് ഒരിക്കലും സമ്പത്ത് കിട്ടത്തില്ല. അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ആരുടെ വകയാണ്? മക്കളുടെ വകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ പറഞ്ഞത്, കർത്താവെ, ഞാൻ വന്നപ്പോൾ തൊട്ട് നിന്റെ കൂടെ കൂടിയ ആളുകളെല്ലാം നോക്കുമായിരുന്നു, എല്ലാം അത്തപ്പാടികളാ. ഇവന്മാരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഒന്നും പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല, ഒരുത്തൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. എങ്ങനെയാ നീ ജീവിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. എനിക്ക് ഇച്ചിരി കാശൊക്കെ ഇൻഹെറിറ്റൻസ് എൻ്റെ അപ്പൻ്റെ നിന്ന് കിട്ടാനുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്തോ വേണം? അപ്പനൊന്ന് മരിക്കണം. അതുകൊണ്ട് അപ്പൻ മരിച്ച് സ്വത്തൊക്കെ പങ്കുവെച്ച് ഇച്ചിരി പൈസയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? നിന്റെ പുറകെ വരാം. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. അപ്പൊ ഇവന്റെ പ്രശ്നം, ഇവൻ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗാണ്. യേശുവിലുള്ള സുരക്ഷിതത്വത്തെക്കാൾ ഇവൻ ആവശ്യം എന്താണെന്നറിയാമോ? ധനത്തിലുള്ള സുരക്ഷിതത്വമാണ്. ഈ കാലയളവിലെ നമ്മുടെ നല്ലൊരു ശതമാനം ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ മനുഷ്യനാണ്. എത്രയോ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് വിളിച്ചിട്ട് 4-5 കൊല്ലമായി, പക്ഷേ എനിക്ക് ഈ വല്ലവൻ്റെ മുമ്പിൽ കൈ നീട്ടാനൊന്നും വയ്യാത്തതുകൊണ്ട് ഒരു 4 കൊല്ലം കൂടെ ഗൾഫിലൊന്ന് ജോലി ചെയ്ത് ഇച്ചിരി പൈസയൂടെ ആക്കി അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ എന്ത് ചെയ്തോളാം? സുവിശേഷ വേല ചെയ്തോളാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവനോട് പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ വിളി ഉണ്ടെന്നുള്ളതിനൊരു സംശയമില്ല, ഇപ്പോഴല്ല, കുറച്ച് 3-4 വർഷം മുമ്പ് പറഞ്ഞു, നീ അതുകൊണ്ട് നിൻ്റെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക. കാര്യം ഞാനങ്ങനെ വെറുതെ ഒന്നും പറയത്തൊന്നുമില്ല, എനിക്ക് ബിസിനസ് ചെയ്യുന്നവരോട് ദേഷ്യമൊന്നുമില്ല, എല്ലാവരും ബിസിനസ് വിടണമെന്നും എല്ലാവരും ജോലി വിടണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, അവന് സുവിശേഷ വേലയ്ക്ക്. അവൻ പറഞ്ഞു, എനിക്കും അറിയാച്ചാ, പക്ഷേ എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്, 4 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, അതൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തോളാം? സുവിശേഷ വേല ചെയ്തോളാം. ഈയിടെ ഞാൻ ചോദിച്ചു, എന്തോ പറ്റിയടാ? ഓ, അതിപ്പോൾ 16 8 വീട്ടാനിരുന്നതാ, ഇപ്പോഴെത്ര ആയി? 16. പ്രിയമുള്ളവരെ, നീ കിടന്ന് വിഷമിച്ച് കാശുണ്ടാക്കി ഇതൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നോക്കാമെന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. കർത്താവിനെ അനുഗമിക്കുവാൻ ഒരുവൻ വിളി കേട്ട് കഴിഞ്ഞാൽ, ഈ ശിഷ്യന്മാരെല്ലാം എന്താ ചെയ്തത്? അറ്റ് വൺസ് ദേ ലെഫ്റ്റ് എവറിതിങ് ആൻഡ് ദേ ഫോളോഡ് ഹിം. ഉടനെ, ഇല്ലേ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ്, ഉടനെ അവർ പടകും വലയും വിട്ട് അവനെ അനുഗമിച്ചു. ഉടനെ. കർത്താവിൻ്റെ കോൾ അതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റിയെ കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവികമായ വിളിയുള്ള ഒരു വ്യക്തി എല്ലായ്പ്പോഴും അവൻ പരിശ്രമിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വിളിക്ക് വേണ്ടി കാതോർത്ത് ഇറങ്ങി പുറപ്പെടുക. ഓട്ടത്തിൽ അവൻ നേരിടേണ്ടി വരുന്നതിനെക്കുറിച്ച്, അവൻ നേരിടാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അവൻ മനസ്സിലാക്കണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് മനസ്സുണ്ടെങ്കിൽ അതിനുള്ള ശക്തി തരാനായിട്ട് കർത്താവ് മതിയായവനാണ്. 3-ാമത്തെ ആളുടെ പ്രത്യേകത ഞാൻ പെട്ടെന്ന് പറയട്ടെ. 3-ാമത്തെ ആളുടെ പ്രത്യേകത, അവൻ പറയുന്നത് എന്നറിയാമോ? ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനെയും അമ്മയും ഒക്കെ ഒന്ന് കണ്ടേച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എല്ലാവരെയും വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞേച്ച് വരാമെന്നല്ല അതിൻ്റെ അർത്ഥം. അവരെല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് അതിൻ്റെ അർത്ഥം. ഹി ഈസ് ആൻ ഓൾ പ്ലീസിങ് മാൻ. ഹി വോണ്ട് ടു പ്ലീസ് എവറിബഡി. എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരെയും പ്രസാദിപ്പിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഇല്ല ഇല്ല. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല.
നിങ്ങൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് കൃത്യത്തോടെ പറയുന്നു, ഇപ്പോഴും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസനാകുകയില്ല, ആകുവാൻ എനിക്ക് കഴിയത്തില്ല. ഒരു ദൈവ പൈതൽ അവൻ പ്രസാദിപ്പിക്കേണ്ടത് കർത്താവിനെ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം, വേറെ ആരെയുമല്ല. എന്നിട്ട് കർത്താവ് പറയാണ്, സ്ഥിരതയോടെയുള്ള ഓട്ടമാണ് ആവശ്യം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്മാറുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പല സമയത്തും ഏലീശായെ ഏലിയാവ് വിളിക്കുന്ന ചരിത്രം ഓർക്കാറുണ്ട്. ഏലിയാവ് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം അത്ര ധനികനൊന്നും അല്ലായിരുന്നെന്ന, തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. ഹി വാസ് എ കോമൺ മാൻ. ഐ ഡോണ്ട് നോ, ഞാനത് തീർത്ത് പറയുമൊന്നുമല്ല. പക്ഷേ എടുത്തു പറയത്തക്ക സാമ്പത്തിക പശ്ചാത്തലമോ വിദ്യാഭ്യാസ പശ്ചാത്തലമോ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഏലിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷേ ഏലീശായെക്കുറിച്ച് പറയുമ്പോൾ അതല്ല. ഏലീശ ധനികനായ ഒരു വ്യക്തിയാണ്. അവന് സ്വന്തമായിട്ട് 12 കാളയെ, 12 യോക്സ് ഓഫ് ഓക്സൻ, അത് വെച്ച് പൂട്ടത്തക്ക നിലയിലുള്ള വിശാലമായ പാടം അവന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഒരു സീസണിൽ 12 കാളയെ വെച്ച് പൂട്ടേണ്ട വിശാലമായ കണ്ടം ഉള്ള ഒരു വ്യക്തി ആ കാലയളവിലെ വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ധനികനായ ഈ യുവാവ്, അധ്വാനിയായ ഈ യുവാവ് മറ്റ് തൻ്റെ ദാസന്മാരോട് കൂടെ കണ്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഏലിയാവ് അതിലെ വന്നിട്ട് അവൻ്റെ പുറത്ത്, അവൻ്റെ മുകളിൽ ഒരു പുതപ്പ് എടുത്തിട്ട് അവിടെ നമ്മൾ കാണുന്നത് ഏലിയാവ് കൂളായിട്ട് നടന്നു പോകുകയാണ്. നടന്നു പോയപ്പോൾ ഏലിശ ഏലിയാവിൻ്റെ പുറകെ ഓടി ചെല്ലുക. അപ്പോൾ നടന്നു പോകുന്ന ഏലിയാവിൻ്റെ പുറകെ ഏലിശ ഓടണമെങ്കിൽ എത്ര സ്പീഡിലായിരിക്കും ഏലിയാവ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഏലിയാവ് ഇങ്ങനെ ഓടിപ്പോയത്? ഇന്നൊക്കെ ഏലിശായുടെ പുറകെ ഏലിയാവ് എത്ര ഓടിയാലാ ഒരെണ്ണത്തിനെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഏലിയാവിൻ്റെ പുറകെ ഏലീശ ഓടിച്ചെല്ലുക. എന്നിട്ട് പറയാ, യജമാനനെ ഒന്ന് നിൽക്കണേ. ഏലിയാവ് തിരിഞ്ഞു നോക്കി, എന്താ? അല്ല, ഞാൻ വീട്ടിൽ പോയി എൻ്റെ അപ്പനെ ഒന്ന് ചുംബിച്ചോട്ടെ. ഏലിയാവിൻ്റെ മുഖം കൂടുതൽ ഗൗരവപൂർണമായി. ഏലിയാവ് പറഞ്ഞു, ഓക്കെ ചെയ്തോ, പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നീ മറന്നു പോകരുത്, ഓർക്കണം. എന്തോ ഇത്ര വലിയ കാര്യം ചെയ്തത്? ഒരു പുതപ്പ് ദേഹത്തിട്ടു, അല്ലാതെന്താ? പക്ഷെ ആ പുതപ്പ് എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ സിമ്പലാണ്. അന്നു മുതൽ ഏലീശ ഏലിയാവിൻ്റെ അധികാരത്തിന് കീഴിലാണ്. പിന്നെ അവനൊന്നും സ്വന്തമായിട്ട് ആലോചിക്കാൻ കഴിയത്തില്ല, ഒന്നും അവൻ്റെ മനസ്സിലില്ല. ഇനി സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിൽ ഏലിയാവിൻ്റെ അനുവാദം അവന് അത്യാവശ്യമാണ്. പ്രിയമുള്ളവർ, ഇതുപോലെ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി സ്വന്തം പിതാവിനെ ചുംബിക്കണമെങ്കിൽ യേശുവിൻ്റെ അനുവാദം വാങ്ങിക്കുന്ന അത്ര ഗാഢമായ ഒരു അധീനതയിലേക്കാണ് കടന്നു കയറുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അവൻ എന്ത് ചെയ്തു? അവൻ തിരികെ വന്ന് അവൻ പൂട്ടിക്കൊണ്ടിരുന്ന കലപ്പ വെട്ടിക്കീറി, കാളയെ അറത്തു, വലിയൊരു വിരുന്നൊരുക്കി, ഒരു മിഷനറി ഫീസ്റ്റ്. എല്ലാവരും വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, കം ഓൺ, ലെറ്റ്സ് എൻജോയ്, ലെറ്റ്സ് സെലിബ്രേറ്റ്. നമുക്ക് ഇതൊരു ആഘോഷമാണ്. എന്താഘോഷം? നിങ്ങൾക്കറിയാമോ? ആയിക്കോട്ടെ, ബെറ്റർ ജോബ്, എനിക്കൊരു വലിയ ജോലി കിട്ടി. എന്തോ ജോലിയാണെന്നുള്ളത് ഞാൻ പിന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്തോന്നറിയാമോ? ഏലിയാവ് മരിച്ചു കഴിഞ്ഞിട്ട് രാജാവിന് ഒരാവശ്യം ഉണ്ടായപ്പോൾ ഒരു പ്രവാചകനെ തിരക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതെന്നറിയാമോ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശാഫാന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട്. അന്ന് തൊട്ട് ഏലീശയുടെ ജോലി എന്താ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ജോലി കിട്ടിയപ്പോൾ ഒരു വലിയ ഫീസ്റ്റ് നടത്തിയിട്ട് ഏലീശ പറയുകയാണ്, എനിക്കൊരു വലിയ ഉദ്യോഗം കിട്ടി. അതിനെന്തിനാടാ ഈ കലപ്പയൊക്കെ വെട്ടിക്കീറി കളയുന്നത്? ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്നേ, അതുകൊണ്ടാ, വേറെ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ല. ഇനി എനിക്കിതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ കലപ്പയും കാളയും ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം ഉണ്ടാകത്തില്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് എനിക്ക് ഉണ്ട്. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ
രാജ്യത്തിലേക്ക് അവൻ്റെ പ്രജയായി പ്രവേശിക്കുന്ന ഒരു വ്യക്തി ലോകത്തിലെ അവൻ്റെ കലപ്പയും കാളയും ഒക്കെ വെട്ടി നുറുക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഒരിക്കലും അവന് മടങ്ങി വരാനായിട്ട് ആഗ്രഹമില്ല. അവനങ്ങനെ ഒരു ചിന്തയില്ല, അവൻ അതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും പഴയ കാലത്തെക്കുറിച്ചും പഴയ കാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ചും ആലോചിക്കുന്നതെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? കലപ്പ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, കാള അവിടെ ഇപ്പോഴും നിപ്പുണ്ട്. വേണ്ടി വന്നാൽ ലോകത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഉള്ള പഴുതൊരുക്കിയിട്ടിട്ടാ പല ആളുകളും ഓട്ടക്കളത്തിലേക്ക് പ്രവേശിച്ചത്. തിരിച്ചു ചെന്നാലും പേര് വെട്ടണ്ട കേട്ടോ, പള്ളിയിലെ പേരങ്ങനെ വെട്ടണ്ട, കിടക്കട്ടെ, തിരിച്ചു വല്ലതും വരേണ്ടി വന്നാലോ എന്ന് പറഞ്ഞു പോരുന്നവൻ ഒരിക്കലും സ്ഥിരതയുള്ള ഓട്ടക്കാരൻ അല്ല. എനിക്കത് ആവശ്യമില്ല എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം. ഹല്ലേലൂയ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളാൽ താങ്ങിടുന്നു. ഭാരങ്ങൾ നേരിടുമ്പോ കരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഖിതാ. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഖിതാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ.